Eastern salt and pepper. Pum 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 pum. കാൽത്തുടുവഞ്ചികൾ, കൈത്തുടുവഞ്ചികൾ, കുട്ടിക്കൂടാരങ്ങൾ, ചൂണ്ടയിട്ട് മീൻപിടുത്തം, ഊഞ്ഞാലുകൾ, വെൽക്കം ഡ്രിങ്ക്, മാംഗോ ജ്യൂസ്, ലഞ്ച്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, ചെമ്മീൻ അച്ചാർ സഹിതം ഐസ്ക്രീം. കൊള്ളാലോ, ചെമ്മീൻ അച്ചാർ സഹിതം ഐസ്ക്രീമോ? ആ, ഞാൻ എവിടെ ഭക്ഷണം കഴിക്കാൻ പോയാലും അവിടെ വന്നോണം. എങ്ങനെ ഇതൊക്കെ അറിയുന്നു? വന്ന സ്ഥിതിക്ക് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ഞാറക്കലുള്ള മത്സ്യ ഫെഡിൻ്റെ കീഴിലുള്ള ഒരു ഫിഷ് ഫാമിലാണ്. ഫിഷ് ഫാമിൽ എന്താണ് സോൾട്ട് ആൻഡ് പെപ്പറിന് കാര്യമെന്നായിരിക്കും നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്. നല്ല ഫുഡ് എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട്. ഇവിടെ ഫിഷ് ഫാം മാത്രമല്ല, ഒരുപാട് കൂടാരങ്ങൾ, വലിയൊരു ലേക്കിൻ്റെ ചുറ്റിനും കൂടാരങ്ങളും ഊഞ്ഞാലുകളും ഒക്കെ ഇട്ട് ഒരു വലിയ അക്വാ ടൂറിസം പദ്ധതിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന മീൻ പിടിച്ച് അപ്പം തന്നെ കറി വെച്ച് നല്ല സ്വാദിഷ്ടമായ ഫിഷ് ഫ്രൈയും ഫിഷ് കറികളും ഉണ്ടാക്കി തരും. അതിനുവേണ്ടി ഇവിടെ ഡെഡിക്കേറ്റഡ് ആയ കുറേ ചേച്ചിമാരുണ്ട്. ആ ചേച്ചിമാരുടെ കൈ തൊട്ടാൽ ഏത് സിലോപ്പിയും കരിമീനായി മാറും. അത്രയ്ക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങളാണ്, മത്സ്യ വിഭവങ്ങളാണ് ഇവിടെ കിട്ടുന്നത്, അതും വളരെ തുച്ഛമായ വിലയിൽ. എന്തായാലും ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഒരു മത്സ്യ ഫാമിലേക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത്. കമോൺ കമോൺ. നമസ്കാരം സാർ. നമസ്കാരം. പ്രവീൺ, ഇതാണ് ഈ മത്സ്യ ഫെഡ് ഈ സ്ഥാപനത്തിന്റെ മാനേജർ അല്ലേ? സജീവൻ. സജീവൻ. ഓക്കെ സാർ, നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. ഓക്കെ. എന്താണ് സാർ ഇതിന്റെ ഒരു പ്രത്യേകത? കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ഫിഷ് അക്വാ ടൂറിസം പദ്ധതി. ഇത് കേരളത്തിലെ നമ്മൾ 3 ഫാമാണ് ഇതുപോലെ അക്വാ ടൂറിസം പദ്ധതി നടത്തുന്നത്. ഒന്ന് പാലക്കരി ഫാമും, ഞാറക്കൽ ഫാമും, മാലിപ്പുറ ഫാമും. ഇവിടെ ഇത് വളരെ കാലം മുമ്പ് തുടങ്ങി നമ്മൾ മത്സ്യകൃഷി നടത്തുന്ന ഒരു ഫാമാണ്. അപ്പോൾ മത്സ്യകൃഷി കൂടാതെ അവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനുള്ള ഒരു ഹോബി ആസ്വദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുവാനും ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മൾ ചൂണ്ട കൊടുക്കും, അതിൻ്റെ ഇരയും കൊടുക്കും. അതായിട്ട് അവർക്ക് ഈ പോണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. അപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് അവർക്ക് കറി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകുന്ന ചെറിയ ഫീസ് അടച്ച് വീട്ടിൽ കൊണ്ടുപോകാം. ചൂണ്ടയിട്ട് മീൻ കിട്ടുമ്പോഴുള്ള ആ വളരെ സന്തോഷകരമായ ഹോബിയാണ്. നമുക്കത് ഇവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം വരും. ആ രീതിയിലുള്ള ഒരു വലിയൊരു പ്രോജക്റ്റാണ്. അതെ അതെ. അപ്പം ഇവിടെ ഫുഡ് SHG, ഇവിടെ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള SHG നമ്മൾ ഫുഡ് തയ്യാറാക്കിയിട്ട് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, ചെമ്മീനച്ചാർ സഹിതമുള്ള മീൽസാണ് കൊടുക്കുന്നത്. മറ്റുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാവും. പിന്നെ കൂടെ ഒരു ഐസ്ക്രീം വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക്. എല്ലാ പ്രോഗ്രാമിനും കൂടി നമ്മൾ വളരെ നോർമലായിട്ടുള്ള ഒരു ചാർജ് ഈടാക്കുന്നത്. വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഫുൾ ഡേ എൻജോയ് ചെയ്ത് പോവാം. തീർച്ചയായും ഈ ബോട്ടിംഗ്, പെഡൽ ബോട്ടുകളും, കൈകൊണ്ട് തുഴഞ്ഞു പോകുന്ന റോയിങ് ബോട്ട്സും, കാലുകൊണ്ട് തുഴഞ്ഞു പോകുന്ന പെഡൽ ബോട്ടുകളടക്കം നമുക്ക് അതിൽ ഹാമോക്കുകൾ, ഇവിടെ വന്ന് വിശ്രമിക്കാൻ, തണലത്ത് വിശ്രമിക്കാനുള്ള ഹാമോക്കുകൾ, തണലത്ത് ഇരുന്ന് കാറ്റുകൊണ്ടിരിക്കാനുള്ള ഹട്ടുകളും ബെഞ്ചുകളും, ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സംവിധാനം 200 രൂപ കൂടെ. 200 രൂപയ്ക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഫുൾ ഡേ പ്രോഗ്രാം. ഒരു ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അവർക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ടൂറിസം സെന്ററിൽ പോവുകയാണെങ്കിലും നമ്മൾ പ്രത്യേകം വെള്ളവും ഫുഡും എല്ലാം കൊണ്ടുപോകണം. ഇവിടെ അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല. വൻ ആളുകൾ വെറുതെ കാറിൽ കൈയും വീശിട്ട് പോന്നാൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വരുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക്, മാംഗോ ജ്യൂസ് കൊടുത്ത് സ്വീകരിക്കും. പിന്നീട് അവർക്ക് ഉച്ചക്ക് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, ലഞ്ച് ഉണ്ട്. ആ കൂട്ടത്തിൽ അവർക്ക് പ്രോൺ ഫ്രൈ, അതല്ലെങ്കിൽ പ്രോൺ റോസ്റ്റ്, ഞണ്ടിൻ്റെ വിഭവങ്ങൾ, കൂന്തലിൻ്റെ വിഭവങ്ങൾ, ഇങ്ങനെ മറ്റു സ്പെഷ്യൽ സാധനങ്ങളും കൂടി ഇവർക്ക് കൊടുക്കും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. അവർ പൈസ അടച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ്. അതുപോലെ വൈകിട്ട് ചായ,
മറ്റു ചെറിയ സ്നാക്സ് ഇതെല്ലാം അങ്ങ് കഴിച്ച് വൈകുന്നേരം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കും. അങ്ങനെ അതിന് സ്പെഷ്യൽ ചാർജ് ഉണ്ട്. അങ്ങനെ കഴിച്ച് ഒരു ദിവസം ഫുൾ ഡേ ഇവിടെ എൻജോയ് ചെയ്ത് പോകാനുള്ള സൗകര്യമുണ്ട്. ഇതൊരു 44 ഏക്കറുള്ള ഒരു ഫാമാണ്. 3 ബ്ലോക്കാണ് നമ്മളിവിടെ ഉള്ളത് ഫാമിൻ്റെ. അതിൽ ഒരു ബ്ലോക്ക് മാത്രമേ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളൂ. ബാക്കി 2 ഫാമിൽ നമ്മൾ വിവിധ തരം മത്സ്യങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കും. ഇതിന്റെ ബാക്കിൽ വേറെ ഫാമുണ്ട്. മത്സ്യഫീഡിൻ്റെ തന്നെ മൊത്തം ഈ ഏരിയ മത്സ്യഫീഡിൻ്റെ ആണ്. അതിൽ 44 ഏക്കറിൽ നമ്മൾ കണമ്പ്, കരിമീൻ, പൂമീൻ, തിരുത, ഞണ്ട്, കാരച്ചെമ്മീൻ ഇങ്ങനെ വിവിധ ഈ ഊരുജലത്തിൽ വളരുന്ന വിവിധ ഇനം മത്സ്യങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന ഒരു ഫാമാണ്. എറണാകുളം സിറ്റിയിൽ നിന്ന് വളരെ അടുത്തുള്ള 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായും ഇവിടെ ഒരുപാട് ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് അവർ വളരെ സന്തോഷകരമായിട്ട് വന്ന് ടൂറിസം എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ശരിക്കും എനിക്ക് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു ഫാമിലേക്ക് വരാൻ കഴിഞ്ഞാൽ അങ്ങക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കാരണം ഇനിയിപ്പം അകത്ത് പോയി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ചേച്ചിമാരുടെ കൈപുണ്യത്തെക്കുറിച്ച് ഒരുപാട് കേട്ട് ഉള്ളൊരു വരവാണ്. അപ്പോൾ എന്തായാലും അകത്ത് പോയി ഒരു സ്പെഷ്യൽ തീർച്ചയായും ഏതെങ്കിലും ഞാൻ ചൂണ്ടയിട്ട കിട്ടില്ലല്ലോ, വല വിരിക്കാല്ലേ, വലയിട്ടോ ചൂണ്ടയിട്ടോ എങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് അകത്ത് വന്ന് വെച്ച് കഴിക്കണം. അപ്പം ഞാൻ എന്തായാലും ചൂണ്ടയിടാൻ പോവാണ്. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും സാർ വളരെയധികം താങ്ക്സ്. അപ്പം ഞങ്ങൾ ഈ ഫാമിലേക്ക് ഇനിയും വരണം, വന്ന് പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും പങ്കെടുക്കണം. ഇവിടെ കംപ്ലീറ്റ് ഇന്ന് ചൂണ്ടയൊക്കെ മീനൊക്കെ പൊരിച്ചിട്ട് പോകുന്നു. ഇനിയും ഈ ഫാം നമ്മൾ ഇനിയും വികസനത്തിന്റെ പാതയിലാണ്. നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇവിടെ സഞ്ചാരികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നടക്കുന്നതിനുള്ള നടപ്പാതകൾ തയ്യാറാക്കുന്നുണ്ട്. ഫൗണ്ടൈൻ അങ്ങനെ വികസനത്തിന്റെ ഭാഗമായിട്ട് വലിയ പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പിലാക്കാൻ പോകും. എന്തായാലും കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു വലിയൊരു ടൂറിസം അക്വാറ്റിക് ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ഫാമായിട്ട് തന്നെ മാറട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ചൂണ്ടയിടാൻ പോവാണ്. ഓക്കെ, താങ്ക് യു. അപ്പം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇനി ഒരു ബ്രേക്കാണ്. ഞാൻ ചൂണ്ടയിട്ട് അല്ലെങ്കിൽ വര വിരിച്ച് 2 കരിമീനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒരു ചെറിയ ബ്രേക്ക് എടുത്തോളൂ. പോരാം. Eastern Salt and Pepper. Bum 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 bum. Eastern Salt and Pepper. Bum 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 bum. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാറക്കലെ മത്സ്യഫീഡിൻ്റെ അക്വാ ടൂറിസം സെൻറ്ററിലാണ്. നേരത്തെ നമ്മൾ വലിയ വലയൊക്കെ വീശി പിടിച്ചൊരു കരിമീൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇവിടെ നമ്മുടെ ലതിക ചേച്ചിയും തയ്യാറായി നിൽക്കുകയാണ്. ഈ കരിമീൻ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി റോസ്റ്റ് ചെയ്യാൻ അല്ലേ ചേച്ചി? ഓക്കെ, അപ്പോൾ ചേച്ചിയാണ് ഇവിടെ വരുന്ന നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഈ മീൻ വിഭവങ്ങളൊക്കെ, ഇത്ര സ്വാദിഷ്ടമായ മീൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി തരുന്നത്. ചേച്ചി, എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന മീനുകൾ കൊണ്ടുള്ള വരുന്ന ഗസ്റ്റുകൾക്ക് ആ മീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മീനാണ് വിഭവങ്ങളായിട്ട് ഞങ്ങൾ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പം തന്നെ പിടിച്ച് കറി വെക്കുകയാണോ അതോ? അല്ല, അത് രാവിലെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ മത്സ്യഫീഡിന്റെ സ്റ്റാഫുകളുണ്ട്, അവർ മീൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ അത് വന്ന് വെട്ടി റെഡിയാക്കി ഗസ്റ്റുകൾ വരുമ്പോഴത്തേനും 12:30 ഊണ് തുടങ്ങണം. ഓക്കെ ഓക്കെ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും പറയുമല്ലേ ഏത് മീൻ വേണമെന്ന് അങ്ങനെ വല്ലതും? അത് പാസിന്റെ കൂടെ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പാസിന്റെ കൂടെ ഒരു ഊണില് പൂമീൻ കറി, പൂമീൻ ഫ്രൈ, ഒരു നോർമൽ ഫിഷ് കറി, മീൽസ്, ഫിഷ് ഫ്രൈ എല്ലാം സ്പെഷ്യൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കരിമീൻ, ചെമ്മീൻ, കക്ക അതൊക്കെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന തന്നെയാണ്. അതൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അത് വരുമ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ചോദിക്കും. അപ്പൊ ഞങ്ങൾ ഇന്ന സാധനങ്ങൾ ഇന്ന് ഓൾറെഡി ഉണ്ടെന്ന് പറയും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് വെക്കാൻ പറ്റും. കരിമീനാണെങ്കിൽ അതിന്റെ സൈസ് അനുസരിച്ചായിരിക്കും വില വരുന്നത്. ചെമ്മീൻ റോസ്റ്റ് 100 രൂപ ഒരു പ്ലേറ്റ്, കക്ക ഫ്രൈ ആണെങ്കിൽ 75 രൂപ ഒരു പ്ലേറ്റ്. അതൊക്കെ സ്പെഷ്യൽ ഐറ്റംസുകളാണ്. അപ്പോൾ രാവിലെ ഗസ്റ്റ് വരുമ്പോൾ തന്നെ ഇതെല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ ചോദിക്കുമല്ലോ, ഞങ്ങൾ പറയുന്നത് സ്പെഷ്യലായിട്ട് ഇന്ന വിഭവങ്ങളൊക്കെ ഉണ്ട്, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ പറയും. അപ്പൊ ഞങ്ങളത് റെഡിയാക്കി വെക്കും. അല്ല, ഇവിടെ നമുക്ക് ചൂണ്ടയൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ഈ ചൂണ്ടയിട്ട് പിടിക്കുന്ന മീൻ എന്ത് ചെയ്യും? നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കണ മീൻ ഈ ഹോളിഡേയ്സിലാണെങ്കിൽ ഞങ്ങൾ റെഡിയാക്കാൻ താമസം പിടിക്കും, വൈകിട്ടാവും. അല്ലാത്ത സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഞങ്ങൾ റെഡിയാക്കി ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ മീൻ പിടിക്കാം, ഇവിടുന്ന് തന്നെ ചുട്ടെടുക്കാം. നല്ല കറിയാക്കി മീൻ പിടിക്കണതിന് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ മത്സ്യഫീഡിൽ പൈസ അടക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയാക്കണ പൈസ ഞങ്ങൾക്കും തരും. അതെ, അപ്പം അത് ആലോചിച്ചാണ് ഫ്രീ ആയിട്ട് നടക്കൂല. മത്സ്യഫീഡിന്റെ ഫിഷ് ഫാമാണത്, മീൻ കൃഷിയാണ് നടത്തുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് വളർത്തിക്കൊണ്ടിരിക്കണേ. അപ്പൊ അവിടെ ഫാമിംഗ് ആണ് പ്രധാനം. അതിനോടൊപ്പം തന്നെ ടൂറിസം നടത്തുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയ സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഫുൾ ഡേ വന്നിരുന്ന് വിശ്രമിച്ച് മീനൊക്കെ പിടിച്ച് ബോട്ടിംഗ് ഒക്കെ നടത്തി ഒരു ഫുൾ ഫാമിലി ആയിട്ട് വന്ന് റിഫ്രഷ് ആയി നല്ല സ്വാദിഷ്ടമായ മീനെ കഴിച്ചു പോവാം അല്ലേ? അടിപൊളി.
അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പിടിച്ച കരിമീനാണ്, ഞാൻ വന്ന് പിടിച്ചതാണ് കേട്ടോ. അന്ന് വന്നേ പിന്നെ പിടിച്ച കരിമീനാണ്. ആ കരിമീൻ മുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രേവി ഒക്കെ പുരട്ടി വെച്ചേക്കണേ. അത് ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോ റോസ്റ്റ് ആണ് കരിമീൻ്റെ ഫ്രൈ നേരിയതായി ഫ്രൈ ചെയ്തിട്ട് വേണം റോസ്റ്റ് ആക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിക്കാം. ഓൾറെഡി നല്ല ചൂടായിട്ടിരിക്കുന്ന ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഷുയി എന്ന് പറഞ്ഞിങ്ങനെ പുകയൊക്കെ വരുന്നത്. ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന പോലെയാണോ അതോ ഫ്രൈ? ഇത് വെളിച്ചെണ്ണയാണ് അത്? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്വാദിൻ്റെ ഒരു ഒരു രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളിപ്പം വഴി നിന്നാണ് ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ ഇപ്പം കൊണ്ടോ. അതിനോടൊപ്പം തന്നെ ചട്ടിയിൽ ഇതിനുള്ള മീൻ റോസ്റ്റ് ചെയ്യാനുള്ള ഗ്രേവി വഴറ്റാം. ആഹാ. അപ്പം തന്നെ ഈ വെളിച്ചെണ്ണയെ പൊരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും അല്ലേ ചേച്ചി? അപ്പോൾ നമ്മൾ ഇത് ഏകദേശം കരിമീൻ ഇങ്ങനെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഇത് കഴിഞ്ഞിനി റോസ്റ്റിനുള്ള ഗ്രേവി തയ്യാറാക്കാനുള്ള ചെറിയ സവാള നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചത് നമ്മൾ എണ്ണയിലിട്ട് വരട്ടിയെടുക്കണം അല്ലേ? അത് സവാള നല്ലോണം വഴന്ന് വരണം. ഇത് ഇങ്ങനെ തന്നെയാണോ പൊള്ളിക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് നമ്മൾ? അല്ലല്ലേ, ഇതിപ്പോൾ റോസ്റ്റ് അത് മതി, ഇനി കൺഫ്യൂഷൻ ആക്കണ്ട. പല വിധത്തിലുണ്ട്. വാഴയില, അല്ല ഈ ഇതുപോലെ റോസ്റ്റിന്റെ ഈ ഒരു സാധനമൊക്കെ ചെയ്തിട്ടല്ലേ ചെയ്തിട്ട് വാഴയില പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പൊള്ളിച്ചെടുക്കും. അതിങ്ങനെ വറക്കണ്ട. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക. ഇത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ്. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട് വരുന്നവര് ഇത് പ്രധാനമായിട്ടും ഇതാണ് ചോദിച്ച് വരുന്നത്. ഓക്കെ. എന്നാലും മീൻ പിടിച്ചപ്പോഴത്തേക്കും വലിയൊരു കരിമീനെയും ഒരു കുട്ടി കരിമീനെയും കിട്ടി. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചിട്ട് പൊരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആഹാ, നമ്മുടെ കരിമീൻ ഏകദേശം ഫ്രൈ ആയി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇപ്പോൾ എത്ര കാലമായി ചേച്ചി തുടങ്ങിയിട്ടത്? ഇവിടെ തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷമായി. ചേച്ചി ആദ്യം മുതലേ ഉണ്ടോ? സമയത്ത് തന്നെ പുക അകത്ത് കയറിയിട്ടുള്ള ചുമയാണ്. അപ്പോൾ ഇത് ഇനിയിപ്പം അടുത്ത വരണ്ടൊന്ന് വരണം അല്ലേ? അതേ ഒന്ന് വാടി വരണം സവാള. ആണോ? എത്ര സമയം എടുക്കും വാടി വരാനായിട്ട്? അതുകൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും പിടിക്കും. 10 മിനിറ്റെങ്കിലും ഇത് എടുക്കുന്നു. വാടി നല്ല മഞ്ഞ കളറാവണം അല്ലേ? വാടി ഒരു ചുമന്ന കളറായി വരണം. ചുമന്ന കളറായിരുന്നു, സോറി. മഞ്ഞ കളർ വരില്ല, അബദ്ധം പറ്റിയപ്പോൾ. കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കളറിൽ മാറി വരുന്നവരെ ഇതിങ്ങനെ ഇട്ട് വരട്ടണം. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് എടുക്കും. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഇവിടെ നിന്ന് ചുമച്ച് നിങ്ങളെയും കൂടെ ശല്യപ്പെടുത്തുന്നില്ല. ഒരു കുട്ടി ബ്രേക്ക്. ഇപ്പോൾ വരാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാ മാഗ്നി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ കിടന്ന് വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുവന്ന കളറോ മഞ്ഞ കളറോ ഏതൊരു കളറായി എന്ന് തോന്നുന്നു. ചേച്ചി അടുത്തത് പച്ചമുളക്. ഉള്ളി റെഡിയായി. ഇനി അടുത്ത പച്ചമുളക് ഇങ്ങനെ വെട്ടി കീറി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നല്ല എരിവായിരിക്കും അല്ലേ ഇത്? ചേച്ചി ഒന്നും പറഞ്ഞില്ല. അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളി അടിച്ചു വെച്ചാണ് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് ആണ്. ഒരു സ്പൂൺ, 1.5 സ്പൂൺ സവാളയിലോട്ട് ഇട്ടേക്കണം. ഓക്കെ. അപ്പോൾ ഇതും കൂടെ നമ്മുടെ ഇതിനകത്തിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം അല്ലേ? അടുത്തത് കുറച്ച് മഞ്ഞപ്പൊടി. ഓക്കെ. അപ്പോൾ നമ്മൾ സവാള ഇട്ടു, അത് നല്ലതായിട്ട് വരണ്ട് വന്നതിന് ശേഷം മുളകിട്ട്, ഇഞ്ചി, പിന്നെ സ്വല്പം മല്ലിപ്പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി. വെറും മഞ്ഞപ്പൊടിയല്ല, വെറും മുളക് പൊടിയല്ല, ഈസ്റ്റേണിൻ്റെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തന്നെ ഇടണം. അങ്ങനെയല്ലേ സ്വാദ് കൂടുള്ളൂ. അതാ ചേച്ചി വരെ പറഞ്ഞു. ഇത് നല്ല കളറുണ്ടല്ലോ ഇത്. അബേ, ഈസ്റ്റേണിൻ്റെ മുളക് പൊടിയാണ് കളർ വന്നത്. എനിക്ക് വയ്യ. ചേച്ചി ആളുകളിൽ വേണം. എന്താ ഇതാണ് ഇവിടുത്തെ സ്വാദിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. നല്ല എരിവുണ്ടാവും ചേച്ചി ഈ കറിക്ക്. അടുത്തത് തക്കാളി.
തക്കാളി അരിഞ്ഞ് വെച്ചത് തട്ടുക അല്ലേ? ഓക്കെ. ആ, ഇത് നമ്മുടെ റോസ്റ്റിൻ്റെ മസാലയാണ് അല്ലേ? മസാലയാണ് നമ്മൾ ഗ്രേവി. കാരണം നമ്മൾ ഫ്രൈ മാത്രം കഴിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഗ്രേവിയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കരിമീൻ അതിൻ്റേതായൊരു സ്വാദ് വരുന്നത് അല്ലേ? തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് വാടി വരണം അല്ലേ? 2 മിനിറ്റ് തക്കാളി ഒന്ന് വാടി വരണം. വേറെ ഇവിടെ ഇതൊക്കെ ഉണ്ടോ ചേച്ചി? ചെമ്മീനൊക്കെ ഉണ്ടോ? ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ ഇവിടുന്ന് പിടിക്കണ ചെമ്മീൻ തന്നെയാണ് ഞങ്ങൾ വരുന്ന ഗസ്റ്റുകൾക്ക് റോസ്റ്റായി കൊടുക്കണം. റോസ്റ്റ് ഒരു പ്ലേറ്റിന് 100 രൂപയാണ് ഇവിടെ വില. ഓ, വലിയ ഒരു വിലയല്ലല്ലോ 100 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും. അവർ ആവശ്യപ്പെട്ട സാധനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ റെഡിയാക്കി വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കും. 200 എൻട്രി പാസിലാണ് ഇവിടെ ആളുകൾ. അപ്പൊ ഇതെല്ലാം പാസിനകത്തുള്ള ചാർജിന് മിനിമം സാധനങ്ങളെല്ലാം പാസിനകത്തുള്ളതാണ്. സ്പെഷ്യൽ മാത്രം അഡീഷണൽ കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങുക. കാരണം ഒരു ദിവസം ഫുള്ളും നമ്മൾ ഒരു ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാവുന്ന അന്തരീക്ഷമാണ് ഇവിടെ. ഭയങ്കര വലിയൊരു കായലും കായലിൻ്റെ ചുറ്റും നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ പന്തലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആടാൻ വേണ്ടി ഊഞ്ഞാൽ എല്ലാം ഉണ്ട് ഇവിടെ. ചൂണ്ട കിട്ടും, ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള മീൻ വിഭവങ്ങൾ ചേച്ചി ഇതുപോലെ സ്വാദിഷ്ടമായി ഉണ്ടാക്കി തരുന്നത് ഉച്ചയ്ക്ക് കഴിക്കാം. എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലേ? ഊണാണ് പ്രധാനം. അത് കഴിഞ്ഞ് നമ്മൾ മീൻ പിടിച്ചോണ്ട് കൊടുത്താൽ കറി വെച്ച് തരും. മീൻ മാത്രമായിട്ട് തിരക്കുള്ള ദിവസം വെച്ചാൽ ഹോളിഡേയ്സിൽ ഒരുപാട് പേര് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ സ്പെഷ്യൽ ബുക്കിംഗ് വല്ലതും ഉണ്ടോ ഇവിടെ? സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. അകലുള്ളവർ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്ത് വരും അല്ലേ? വിളിച്ച് ഫോൺ മുഖേന വിളിക്കും, നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് ആളുകൾ വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫോൺ നമ്പർ എഴുതിയെടുത്തോളൂ. ഇവിടുത്തെ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്വാദിഷ്ടമായ ഐറ്റംസ് ഒക്കെ ഹോളിഡേയ്സിൽ വരുമ്പോഴത്തേക്കും ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും സൗകര്യം അല്ലേ? അതെ. കാരണം അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ അവിടെ? മഴ പെയ്യുമ്പോൾ രസമായിരിക്കും. മഴ കൊള്ളാനുള്ള ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാറ്റായിരിക്കും. എന്നാലും ആളുകൾക്ക് ഇഷ്ടമാണ് മഴ വരാനൊക്കെ ഇഷ്ടമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഗ്രേവി ഒരു വിധം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഓ, ഇത് ശരിക്കും കറി കുറച്ച് സെമി ഗ്രേവിയാണ് അല്ലേ ഇത്? അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച കരിമീനും നമ്മുടെ ഗ്രേവി ഏകദേശം റെഡിയായി. ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, കരിമീൻ്റെ റോസ്റ്റാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-25 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല സ്വാദിഷ്ടമായ ടേസ്റ്റായി കിട്ടണമെങ്കിൽ. നമ്മുടെ ഗ്രേവി ഏകദേശം റെഡിയായി അല്ലേ? ഓക്കെ. ആ, നമ്മൾ പൊരിച്ചു വെച്ച കരിമീൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, അത് നല്ല ചാറക്ക് ഇങ്ങനെ പിടിച്ച് ആഹാ. നമ്മുടെ റോസ്റ്റിലേക്ക് അല്ല ഗ്രേവിയിലേക്ക് ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കരിമീൻ റോസ്റ്റ് റെഡി ആയാലും. ശരിക്കും പറഞ്ഞാൽ കരിമീൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പൊള്ളിച്ചതാണ് മനസ്സിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ ഇത് അതിൻ്റെ ഒരു സിമ്പിൾ ഫോമാണ് അല്ലേ? വേണ്ട. അപ്പോൾ നമ്മുടെ കരിമീൻ റോസ്റ്റ് തയ്യാറായി അല്ലേ ചേച്ചി? കഴിഞ്ഞു. ഇനി ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കഴിക്കാം അല്ലേ? അതെ, പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയണം ചേച്ചി. എന്തായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് വള്ളത്തിരുന്ന് കഴിക്കാൻ ഒരു കൊതി അല്ലേ? അതൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ വള്ളത്തിൽ പോയി അവിടെ ഇരുന്ന് റോസ്റ്റ് കഴിച്ചിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും ചേച്ചി എടുത്തതിൻ്റെ ഇതൊക്കെ പറഞ്ഞുതരാം. എന്തായാലും ചേച്ചിക്ക് അറിയാമല്ലോ നന്നായിരിക്കും എന്നുള്ളത്, പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ എന്തായാലും ചേച്ചി വളരെയധികം നന്ദിയുണ്ട്. ഇത് ഞാൻ വള്ളത്തിൽ ഇരുന്നൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ചേച്ചി ഇതൊരു പ്ലേറ്റിലേക്ക് ആക്കി. ഓക്കെ. ഓക്കെ ചേച്ചി, അപ്പം വളരെയധികം നന്ദി. അപ്പം എല്ലാവരും വരിക. ലതി ചേച്ചി ഇതുപോലെ മനോഹരമായ കരിമീനും ചെമ്മീനും കക്ക അങ്ങനെ സ്പെഷ്യലാണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ മീനിൻ്റെ വിഭവങ്ങൾ വെച്ച് ഒരു ദിവസം കൂടെ നമുക്ക് ഇവിടെ ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സീ ഫുഡ് വിശ്വസിച്ച് കരിമീൻ തന്നെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ചേച്ചി ഞാൻ ഇപ്പോൾ വെള്ളത്തിലേക്ക് പോട്ടെ. ഓക്കെ, നന്ദി. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇന്ന് ഞാൻ നിന്നത് അറിയാമല്ലോ, ഞാറക്കലെ അക്വാട്ടിക് ടൂറിസം ഫാമിലാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല കരിമീൻ്റെ റോസ്റ്റും വെച്ച് ഈ വള്ളത്തിൽ ഇങ്ങനെ കായലിൻ്റെ നടുക്കൂടെ പോകുമ്പോൾ ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ എന്താ ഒരു ഭംഗി. ചേട്ടാ കുളിക്കല്ലേട്ടാ, വെള്ളത്തിൽ വീണ് ചാവാൻ വയ്യ. അതുകൊണ്ടാണ്. കാരണം ഈ കരിമീൻ താഴെ വീണാൽ ചിലപ്പോൾ നീന്തി പോയാലോ ഞാൻ ചത്തുപോകും. അപ്പോൾ എന്തായാലും വെള്ളത്തിൽ നടുക്കിരുന്ന് ഈ കരിമീൻ കഴിക്കാൻ എന്താ ടേസ്റ്റ്.
അമ്മേ, ഞാൻ മിക്കവാറും ഇത് കഴിച്ചോണ്ട് കരിഞ്ഞ ഒരു മീനാവും. ഇത് രസം തോന്നും. നോക്കാല്ലേ, കൊതി വിടരുത്. ചേട്ടൻ്റെ അടുത്താ. സൂപ്പർ. വെറുതെ പറയില്ല, നല്ല വിശ്വസിച്ച് ഒറിജിനൽ കരിമീൻ കഴിക്കാം. ഇവിടെ വന്ന് പിടിച്ച് മത്സ്യ ഫെഡിൻ്റെ ഒറിജിനൽ കരിമീനും എടുത്തിട്ട് ഇതാണ്ട് ഇതുപോലെ നല്ല റോസ്റ്റ് ആക്കി ചൂടോടെ കഴിക്കാം. വേണമെങ്കിൽ വെള്ളത്തിലൊന്ന് കഴിക്കാം. പക്ഷേ കീഴിൽ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം വേറൊരു സ്ഥലവുമായിട്ട്. അതുവരെ പ്രവീൺ പ്രൈം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ.